കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ ഓസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ കസ്റ്റഡിയിൽ. പാലാരിവട്ടം പോലീസാണ് കൃഷ്ണകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. പരിപാടിയുടെ സംഘാടകർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. GCDA നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നും ഇത് കൃത്യമായി പാലിച്ചില്ലെന്നും പോലീസ് പറഞ്ഞു. കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് നൃത്തത്തിനെതിരെ വ്യാപക പരാതി ഉയരുന്നുണ്ട്. അതേസമയം ഉമാ തോമസ് MLA ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ശ്വാസകോശത്തിലെ ചതവ് പരിഹരിക്കാൻ ആന്റിബയോട്ടിക്കുകൾ നൽകുമെന്നും അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നുമാണ് മെഡിക്കൽ ഡയറക്ടർ അറിയിച്ചത്. നമ്മൾ അവരുടെ റോൾ എന്താണ് ഈ അറേഞ്ച്മെന്റ്സ് എന്നത് മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവരെ നമ്മൾ വിളിപ്പിക്കും. സംഘാടകർ, മറ്റ് കൺസ്ട്രക്ഷൻകാർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാം ഉണ്ട്, മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അവർ എടുക്കേണ്ട ക്ലിയറൻസുകൾ എന്തെല്ലാം ഉണ്ട്, അപ്പോൾ അതിനകത്ത് എത്രത്തോളം അവർ എടുത്തു എന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വരുന്നുണ്ട്. ഗ്രൗണ്ട് GCDAയുടെ ഗ്രൗണ്ടാണ്. അപ്പോൾ GCDA ഗ്രൗണ്ട് ഇവർക്ക് ഏൽപ്പിച്ചതോടെ കൂടി 24 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ഒരു എഗ്രിമെന്റിലോട് കൂടിയാണ് അവർക്ക് ഏൽപ്പിച്ചത്. അതിനകത്ത് പല കണ്ടീഷൻസ് ഇവർ പ്രോപ്പറായിട്ട് പാലിച്ചതായിട്ട് കാണുന്നില്ല. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം എത്തുന്നു. ലേബി സജീന്ദ്രൻ, ഉമാ തോമസ് MLA ആ ഒരു അപകടത്തിൽ പെടാനിടയായ കാരണത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? MLAക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? സുജയ, ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. അതായത് സംഘാടനത്തിൽ പിഴവൊട്ടും തന്നെയില്ല, കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് സംഘാടനം നടന്നത്. ഇതിൽ സുരക്ഷിതമായ സ്റ്റേജ് ഒരുക്കുന്നതിൽ, ബാരിക്കേഡ് സംവിധാനം ഒരുക്കുന്നതിൽ മാത്രമാണ് വീഴ്ച സംഭവിച്ചത്. ഈ പരിപാടിക്ക് ശേഷം ഉടൻ പോലീസിനോട് സ്റ്റേജിൻ്റെ ഉറപ്പ് പരിശോധിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ വളരെ ഉറപ്പോടുകൂടി തന്നെയാണ് സ്റ്റേജ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കണ്ടെത്തിയതായും അല്പം മുമ്പ് മന്ത്രി സജി ചെറിയാൻ ആശുപത്രിയിൽ ഉമാ തോമസ് MLA സന്ദർശിക്കാൻ എത്തിയതാണ്. അതിനുശേഷം മാധ്യമങ്ങളോട് ഇപ്രകാരമാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് പോലീസ് ഇത് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തു. ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമയെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. അതിനുശേഷമാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് ഈ കേസ് അന്വേഷണവുമായി ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മന്ത്രി സജി ചെറിയാൻ സംഘാടനത്തിൽ പിഴവില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. അതേസമയം ഇവിടെ ആശുപത്രിയിൽ നിന്ന് നൽകാൻ സാധിക്കുന്ന വിവരം, ഇവിടെ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില അതുപോലെ തന്നെ തുടരുകയാണ്. രാവിലെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിലധികമായി ഒന്നും തന്നെ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് നൽകുന്നില്ല. എന്നാൽ ഇന്ന് വൈകിട്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കോട്ടയത്ത് നിന്ന് എത്തും. അതിൽ ശ്വാസകോശ വിദഗ്ധരുമുണ്ടാകും. നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്ന കാര്യം ഇതാണ്: തലച്ചോറിൻ്റെ നില മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ തുടരുന്നുണ്ട്. അതുകൊണ്ട് ന്യൂറോ സംബന്ധിച്ചുള്ള ആശങ്കകളൊന്നും ഈ ഘട്ടത്തിൽ വേണ്ട. എന്നാൽ ശ്വാസകോശത്തിലേക്ക് വാരിയലിൽ കയറി ഉണ്ടായ ക്ഷതം, അതിൽ നീരുവീഴ്ചയുണ്ട്, അതിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അത് പരിശോധിക്കാനാകണം സുജയ ഇന്ന് ശ്വാസകോശ വിദഗ്ധരുടെ സംഘം ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്.